സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് വിമർശനം. മെറിറ്റും മൂല്യവും എപ്പോഴും പറയുന്ന പാർട്ടി സെക്രട്ടറി സ്ഥാനങ്ങൾ കണ്ണൂർകാർക്ക് നൽകുന്നുവെന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള പി ഹർഷകുമാർ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് നേരെ വരുന്ന വിമർശനങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകുന്നില്ലെന്ന് കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധി വിമർശിച്ചു. മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. വമ്പൻ വ്യവസായങ്ങൾക്ക് പുറകെ പോകുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ മറക്കരുത്. പാർട്ടി കെട്ടിപ്പടുത്തത് തൊഴിലാളിയിലൂടെയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. കയർ തൊഴിലാളികളെ രണ്ടാം പിണറായി സർക്കാർ തഴഞ്ഞു. ആശാസമരം നടക്കുമ്പോൾ PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിച്ചതിനെയും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വിമർശനം ഉയർന്നെന്നും അത് മാധ്യമങ്ങൾ പറയും പോലെയുള്ള വിമർശനമല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDF BJP കൂട്ടുകെട്ട് തുറന്നു കാണിക്കാനുള്ള തുടർച്ചയായ പ്രവർത്തനം വേണമെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെച്ച സാർവദേശീയവും ദേശീയവുമായ വിഷയങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, പാർട്ടി സെക്രട്ടറിക്കെതിരെയുള്ള വിമർശനമാണ് ശ്രദ്ധേയമായത്. ഒപ്പം ഈ നയങ്ങളിലുള്ള ചില കാര്യങ്ങളും ഇന്ന് സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു പ്രതിനിധികൾക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നത്? പ്രതിനിധി സമ്മേളനത്തിൽ പൊതു ചർച്ച ഇപ്പോൾ തുടരുകയാണ്. അല്പസമയത്തിനകം ചായയ്ക്ക് വേണ്ടി തിരിഞ്ഞ സമ്മേളനം വീണ്ടും അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി PV ഹർഷകുമാറാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. അത് പത്തനംതിട്ട ജില്ലയിലെ തീരുമാനത്തിന്റെ ഭാഗമായുള്ള തീരുമാനത്തിന്റെ ഭാഗമായുള്ള വിമർശനമായിരുന്നു പ്രധാനമായും പറഞ്ഞത്. എല്ലായിടവും മെരിറ്റും മൂല്യങ്ങളും പറയുന്നയാളാണ് സംസ്ഥാന സെക്രട്ടറി. പക്ഷേ സ്ഥാനമാനങ്ങൾ വരുമ്പോൾ അത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമായി മാറ്റിവെക്കുന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് ഹർഷകുമാർ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നല്ലത് നടക്കുമ്പോൾ വെള്ളത്തിൽ നഞ്ചു കലക്കും പോലെ സർക്കാർ എന്തെങ്കിലും ചെയ്യും. അതാണ് സംഭവിച്ചത് ഈ ആശാസമരം നടക്കുമ്പോൾ അവിടെ PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിൽ നിന്നും ശമ്പളം അവരുടെ വേതനം കൂട്ടി നൽകുകയായിരുന്നു. ഇതും വിമർശന വിധേയമായി. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്ന പ്രതിനിധികൾ കൂടുതൽ വിമർശിക്കുന്നത് മന്ത്രിമാരെയാണ്. മുഖ്യമന്ത്രി അവസരത്തിൽ ഉയർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിലും മന്ത്രിമാർക്ക് അതിന് കഴിയുന്നില്ല. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ആ രീതിയിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ കഴിയുന്നില്ല എന്ന വിമർശനവുമുണ്ട്. സർക്കാരിന്റെ നയമാറ്റങ്ങൾ സൂചിപ്പിക്കുമ്പോൾ പ്രധാനമായും വലിയ വികസനങ്ങൾ വരുമ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളെ, കർഷകരുടെ പാർട്ടിയാണിത്, സാധാരണക്കാരുടെ പാർട്ടിയാണ്. ആ പാർട്ടി സാധാരണക്കാരെ മറന്നുകൊണ്ട്, അടിസ്ഥാന വിഭാഗത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കരുത്. കയർ തൊഴിലാളികളോട് വലിയ അനീതിയാണ് ഇപ്പോൾ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കണമെന്ന് ചിത്തരഞ്ജൻ PP MLA ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പൊതുവിൽ കയ്യടിയാണ് ഈ ചർച്ചയിൽ പൊതുവിൽ കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ചർച്ച ഇന്ന് അവസാനിക്കും. നാളെ ചർച്ചയ്ക്ക് മറുപടി പറയും. 47 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 12 വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നയമാറ്റവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനം എന്ന കാര്യം ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുകയല്ല MV ഗോവിന്ദൻ ചെയ്തത്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വന്നു. അത് ഇനിയും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പറയും പോലുള്ള വിമർശനമായിരുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒഴിയുകയായിരുന്നു. ഇന്ന് മുഴുവൻ രാത്രി 8 മണി വരെയാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. നാളെ ഈ വികസന രേഖയിലുള്ള ചർച്ചയാകും നടക്കുക.